എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ സുന്ദരമായ സായാഹ്നത്തിൽ ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ടൗൺ ഹാളിൽ കനത്ത ചൂടിനെ വകവയ്ക്കാതെ ഇവിടെ എത്തി ഈ സദസ്സ് ധന്യമാക്കിയ നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും വിഷുവിൻ്റെ ആലസ്യത്തിലാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും സംഗീതത്തിൻ്റെ ഒരു മാസ്മരിക ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഹൃദയരാഗങ്ങൾ എന്ന ഈ തത്സമയ സംഗീത പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ നാടിൻ്റെ പുതുമയും പഴമയും കോർത്തിണക്കിയ ഈണങ്ങൾ കൊണ്ട് ഈ വേദിയെ ധന്യമാക്കാൻ എത്തിയിരിക്കുന്നത് കാലിക്കറ്റ് മെലഡീസ് മ്യൂസിക് ക്ലബിലെ അംഗങ്ങളായ ഗായകരാണ്. ഹൃദയരാഗങ്ങൾ എന്ന ഈ സംഗീത സന്ധ്യ ആരംഭിക്കുന്നതിന് മുമ്പായി ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുവാനും നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുവാനും കാലിക്കറ്റ് മെലഡീസിൻ്റെ പ്രസിഡന്റ്, കോഴിക്കോട്ടുകാർക്ക് സുപരിചിതനായ ആദരണീയനായ ശ്രീ കിഷൻചന്ദ് അവറുകളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കാലിക്കറ്റ് മെലഡീസ് എന്ന് പറയുന്ന കലാസാംസ്കാരിക രംഗത്തെ ഒരു സംഘടന 2018 മരണപ്പെട്ടു പോയ ശാന്തേട്ടൻ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കോഴിക്കോട് നഗരത്തിലെ എല്ലാ ഗാനമേളകളിലും സജീവ സാന്നിധ്യമായി എല്ലാ പ്രസ്ഥാനത്തിലും ചുക്കാൻ പിടിച്ച ശാന്തേട്ടൻ സ്വന്തമായിട്ടൊരു സംഘടന വേണം എന്ന് ഞങ്ങൾ കുറച്ച് പേര് ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് കാലിക്കറ്റ് മെലഡീസ് എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. അവരുടെ രണ്ട് സഹോദരിമാർ, ഇന്ദോച്ചി നമുക്കറിയാം, ഇന്ദോച്ചിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഏറ്റവും നല്ല പാട്ട് പാടുന്ന ഇന്ദോച്ചിയും അവരുടെ രണ്ട് സഹോദരിമാരും ഒക്കെ ഇതിലംഗങ്ങളായിക്കൊണ്ട് 8 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ ഒരു സംഘടനയാണ് കാലിക്കറ്റ് മെലഡീസ്. 8 വർഷവും 8ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ 8 വർഷവും ഇതിലെ മെമ്പർമാർ മാത്രമാണ്. പുറമേ നിന്ന് ആരെയും ഒരു ഗസ്റ്റായിട്ട് പോലും ഞങ്ങൾ വിളിക്കാതെ മെമ്പർമാർ മാത്രം പാടുന്ന ഒരു സാംസ്കാരിക സംഘടന, കലാസംഘടനയാണ് കാലിക്കറ്റ് മെലഡീസ്. 50 പേര് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അധികം പാട്ടുകാരായിട്ടുള്ള കോഴിക്കോട് നഗരത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്ന, യൂണിവേഴ്സിറ്റികളിലും മാതൃഭൂമിയിലും പല ഡിപ്പാർട്ട്മെൻറ്റിലുമൊക്കെ ജോലി ചെയ്യുന്ന, പലരും റിട്ടയർ ചെയ്ത വ്യക്തികൾ ഉള്ളൊരു കൂട്ടായ്മയാണ് കാലിക്കറ്റ് മെലഡീസ്. നമ്മൾക്കറിയാം, കോഴിക്കോട് നഗരം ഒരു സാഹിത്യ നഗരമായി, ഒരു വർഷമായി നമ്മൾ സാഹിത്യ നഗരമായി, ലോകത്ത് ഏറ്റവും നല്ല സാഹിത്യ നഗരം എന്ന രീതിയിലേക്ക് തിരഞ്ഞെടുത്ത ഒരു നഗരമാണിത്. ഈ നഗരത്തിൽ സാഹിത്യ നഗരമാക്കി മാറ്റാൻ നമുക്കറിയാം, സാഹിത്യകാരന്മാരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ, MT പോലെയുള്ള, റൂബിനെ പോലെയുള്ള, SK പോലെയുള്ള, MT NP മുഹമ്മദിനെ പോലെയുള്ള ഒരുപാട് സാഹിത്യ ആളുകൾ നേതൃത്വം കൊടുത്ത, കലാരംഗത്ത് പ്രഗത്ഭന്മാരായ ഒരുപാട് പേർ നേതൃത്വം കൊടുത്ത, നാടകരംഗത്ത് ഒരുപാട് പേർ നേതൃത്വം കൊടുത്ത, ഒരുപാട് സാംസ്കാരിക രംഗത്ത് നേതൃത്വം കൊടുത്ത ആളുകൾ കോഴിക്കോട് നഗരത്തെ ഏറ്റവും നല്ല സത്യസന്ധമായ നഗരം എന്ന നിലയിലും മതേതര നഗരം എന്ന നിലയിലും ഒത്തുപിടിച്ചുകൊണ്ട് നേടിയ ഒരു നേട്ടമാണ് കോഴിക്കോട് നഗരത്തിലെ സാഹിത്യ നഗരം എന്ന നഗരം. ആ നഗരത്തിൽ നമുക്കറിയാം, ഈ ജനുവരി മുതൽക്ക് ഇപ്പോൾ ഏപ്രിൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ഈ ടൗൺ ഹാളിൽ നടന്ന കലാപരിപാടികൾ, നാടകമായാലും കലാസാംസ്കാരികത്ത് ഒരുപാട് ഗാനമേളകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണിത്. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നഗരം എന്ന നിലയിൽ കാലിക്കറ്റ് മെലഡീസ് 8ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം, ഇതിൻ്റെ ആസ്ഥാനം ഞങ്ങൾക്കുണ്ട്. അത് ശ്രീനാരായണ മിഷനിലാണ് ഇതിൻ്റെ ആസ്ഥാനം. അവിടെ ഒരു റൂം ഞങ്ങൾ വാടകയ്ക്കെടുത്ത് അത്
ഗംഭീരമായി അവിടെ ഇപ്പോൾ പാട്ട് ഒരു വർഷമായി ആർക്ക് വേണമെങ്കിലും വന്ന് പാടാം. പാട്ട് പഠിപ്പിക്കാനുള്ള അധ്യാപകനുണ്ട്, പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു വർഷത്തോളമായി അവിടെ പാട്ട് പോലും പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് കാലിക്കറ്റ് മെലഡീസ്. ആ കാലിക്കറ്റ് മെലഡീസിൻ്റെ ഈ 8ാം വാർഷികത്തിൽ ഇവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും കാലിക്കറ്റ് മെലഡീസിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായ ഒരു പേരിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. தென்றல் வந்து என்னை தொடும், ஆஹா சத்தம் இன்றி முத்தமிடும். பகலே போய்விடு, இரவே பாய்கொடு, நிலவே பன்னீரை தூவி ஓய்விடு. தென்றல் வந்து என்னை தொடும், ஆஹா சத்தம் இன்றி முத்தமிடும். தூரல் போடும் இந்நேரம் தோளில் சாய்ந்தால் போதும். சாரல் பாடும் சங்கீதம், கால்கள் தாளம் போடும். தெரிந்த பிறகு திரைகள் எதற்கு, நனைந்த பிறகு நாணம் எதற்கு. மார்பில் சாயும் போது. தென்றல் வந்து என்னை தொடும், ஆஹா சத்தம் இன்றி முத்தமிடும். பகலே போய்விடு, இரவே பாய்கொடு, நிலவே பன்னீரை தூவி ஓய்விடு. தென்றல் வந்து என்னை தொடும், ஆஹா சத்தம் இன்றி முத்தமிடும். தரர தரர தரரா, தரர தரர தரரா, தரர 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 தரரா. தேகமெங்கும் மின்சாரம் பாய்ந்ததேனோ அன்பே. மோகம் வந்து இம்மாது வீழ்ந்ததேனோ கண்ணே. மலர்ந்த கொடியோ மயங்கி கிடக்கும், இதழின் ரசங்கள் எனக்கு பிடிக்கும். சாரம் ஓடும் நேரம். தென்றல் வந்து என்னை தொடும், ஆஹா சத்தம் இன்றி முத்தமிடும். பகலே போய்விடு, இரவே பாய்கொடு, நிலவே